എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ റാപ്പർ വെച്ചിട്ട് ഒരു അടിപൊളി ക്രാഫ്റ്റ് ആണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതിനെ ചെറിയ ചെറിയ പീസുകളായിട്ട് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് പീസുകൾ വെച്ചിട്ട് ഒന്ന് കെട്ടിയെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ആദ്യം ഇതുപോലെ പറിച്ച് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാം ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഇതിൽ നമുക്ക് കുറേ എടുത്തിട്ട് ഒരു നൂല് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ബാക്കിയുള്ള ഭാഗം നമുക്ക് കൈകൊണ്ട് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം വീണ്ടും അത് അതിലേക്ക് വെക്കുക. എത്രയും എണ്ണം വെക്കാവോ അത്രയും എണ്ണം വെച്ചിട്ട് നമുക്ക് നൂല് ഉപയോഗിച്ച് ഒന്ന് കെട്ടിക്കൊടുക്കാം. കെട്ടിക്കൊടുക്കുമ്പോൾ നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ കെട്ടിക്കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ടൈറ്റായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കുറേ. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഒന്നിച്ച് വെച്ച് നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് കെട്ടിക്കൊടുക്കണം. അപ്പം നമുക്ക് നൂല് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് കഴിയുമ്പം നല്ലൊരു ഷേപ്പ് കിട്ടില്ല. അപ്പം ഇതുപോലെ പറിച്ച് ചെയ്തിട്ട് നമ്മൾ കെട്ടിക്കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു കറക്റ്റ് ഷേപ്പ് കിട്ടും. ഇനി ബാക്കിയുള്ള നൂല് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിതിനെ നല്ല ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് ഇതുപോലെ ബാക്കി ആദ്യം ഒന്ന് റഫായിട്ട് കട്ട് ചെയ്യണം. അതിനുശേഷം നന്നായിട്ട് ഷേപ്പായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. എത്രയും കുഞ്ഞായിട്ട് കട്ട് ചെയ്യാവോ അത്രയും കുഞ്ഞായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് ആ കറക്റ്റ് ഷേപ്പ് കിട്ടും. അങ്ങനെ ഇതാ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കുറേ അധികം ചെയ്തെടുക്കാം. അതിന് നമ്മൾ കുറേ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ടോയിനൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ വുളൻ ത്രെഡ് ആണ് എടുത്തിരിക്കുന്നത്. അത് നമുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ചെറിയൊരു നോട്ട് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്രിസ്മസ് ഡെക്കോർ ആയിട്ടോ ന്യൂ ഇയർ ഡെക്കോർ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പല കളേഴ്സ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ നൂല് ഇതിൽ എല്ലാത്തിലും ഒന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നൊരു ക്രാഫ്റ്റാണിത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ ഫേസ്ബുക്കിൽ നമ്മൾ കുഞ്ചൂസ് ക്രാഫ്റ്റിൻ്റെ ഒരു പേജ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും ഫോളോ ചെയ്യുകയും വേണേ. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.